12ാം നിയമസഭയിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 72% വോട്ട് രേഖപ്പെടുത്തി. വിവിധ കൗണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആകെയുള്ള 140 സീറ്റുകളിൽ ഫലമറിഞ്ഞ 120 മണ്ഡലങ്ങളിൽ KDF 61, ജനപക്ഷ മുന്നണി 59 സീറ്റ് നേടിയിട്ടുണ്ട്. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷേ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും. ഹലോ, എണ്ണിത്തീരാറായോ? ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി 4612 വോട്ടിന് അച്ഛൻ ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്ത CM അച്ഛൻ തന്നെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പുതുശ്ശേരി മണ്ഡലത്തിൽ KDF സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ 4000 വോട്ടുകൾക്ക് വിജയിച്ചു. ഇത്തവണയും ഭരണം ലഭിച്ചാൽ KDFൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ. വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ KDF സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ